OnePlus 9R ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ OnePlus 9R എന്ന് പറയുന്ന ഫോൺ ഇപ്പോൾ നമുക്ക് 2021 വന്ന OnePlus ഫോൺസിനകത്ത് വെച്ച് വലിയ കുഴപ്പമില്ലാത്ത പ്രൈസിങ് റേഞ്ച് വന്നൊരു ഫോണാണ്. അതായത് കുഴപ്പമില്ലാത്ത പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് റേഞ്ച് അല്ല, അതായത് നോഡ് കണക്കല്ല. പക്ഷേ അതിന് പകരം നമുക്ക് പണ്ട് വരുന്ന OnePlus ഫോൺസിൻ്റെ ഏതാണ്ട് ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നേക്കുവാണ്. അതും ഈ ഫോണിന് 2 വേരിയൻ്റ് ആണുള്ളത്. അതിനകത്ത് ബേസ് വേരിയൻ്റെ പ്രൈസിങ് 40,000 ഇന്ത്യൻ റുപ്പീസ് ആണ്. പിന്നുള്ള വേരിയൻ്റെ പ്രൈസിങ് 44,000 ആണ്. അപ്പോൾ ഇതിനകത്ത് ബേസ് വേരിയൻറ്റിനകത്ത് 8GB റാമും 128GB സ്റ്റോറേജാണ് വരുന്നത്. അതും നമ്മൾ ആ വേരിയൻ്റാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഫോണിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും, പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ, പിന്നെ അതിനൊക്കെ ഇവിടുത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിലൂടെ തന്നെ ഇവിടുത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് എപ്പോഴും നമുക്ക് ഈ OnePlusനകത്ത് കിട്ടുന്നതാണ്. അതായത് ഓക്സിജൻ OS എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഈ ഫോണിനകത്ത് ഉണ്ടായിരുന്നു. പിന്നുള്ളതെന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. അതായത് ബാറ്ററി പരമായ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ OnePlus 9R എന്ന് പറഞ്ഞ ഫോൺ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് ക്യാമറ എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അന്നേരമാണ് ഈ OnePlus 9R ഈ ഒരു പ്രൈസിങ്ങിന് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ലാത്തതായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ ഈ ഫോണിൻ്റെ നല്ല കാര്യങ്ങൾ നോക്കാൻ നേരത്ത് ഇവിടുത്തെ ഡിസൈൻ ഞാൻ പറഞ്ഞില്ലേ, ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഡിസൈനൊന്നുമല്ല. OnePlus 2021 ഇറക്കിയ ഡിസൈൻ ഫോർമാറ്റ് എങ്ങനെയാണോ അങ്ങനത്തെ ഡിസൈൻ തന്നെയാണ് ഈ 9Rന് കിട്ടിയേക്കുന്നത്. അത് എൻ്റെ ഈ കളർ എന്ന് പറയുന്നത് കാർബൺ ബ്ലാക്ക് ആണ്. അപ്പോൾ അതിനകത്ത് നല്ലൊരു ടെക്സ്ചർ ഉണ്ട്. അതായത് ഇതിനകത്ത് മാറ്റ് ഫിനിഷ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഡിസൈൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റി നല്ലോണമാണ് OnePlus ചെയ്തേക്കുന്നത്. കാരണം ഇവിടുത്തെ ഫ്രെയിം അലുമിനിയം ഫ്രെയിമാണ്. പിന്നെ അതിനൊക്കെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വന്നേക്കുന്നത്. അത് ഈ ഫോണിനകത്ത് എവിടെയും ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനൊക്കെ തന്നെ ബട്ടൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കാൻ നേരത്ത് പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. ബട്ടൺസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ, അതായത് ഈ ട്രിപ്പിൾ സ്ലൈഡർ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കങ്ങനെ ഭയങ്കര ലൂസായിട്ടിരിക്കുമല്ല, എന്നോട്ട് ഭയങ്കര ടൈറ്റും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഫീഡ്ബാക്ക് തരുന്നുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ ഇവിടുത്തെ വൈബ്രേഷൻ സിസ്റ്റവും നല്ലോണം തന്നെ OnePlus ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പോർട്ടിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് നമുക്കൊരു ഒറ്റ പോർട്ടേ ഉള്ളത്, ചാർജിങ് പോർട്ടാണ്. USB-C ചാർജിങ് പോർട്ടാണ്. പിന്നെ ബാക്കിയുള്ള കാര്യത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, OnePlusൽ ഇപ്പോൾ ഉള്ള ഡിസൈൻ ഫോർമാറ്റ് അങ്ങനെ തന്നെ കിട്ടിയേക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ 9R. അതും ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയ്യിൽ നല്ലോണം തന്നെ നിൽക്കുന്ന ഫോൺ തന്നെയാണ്. അതായത് കയ്യിൽ തെന്നിപ്പോകത്തില്ല. പിന്നെ കയ്യിൽ കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. പിന്നെ അതിലൂടെ തന്നെ ഇവിടുത്തെ കനമെന്ന് പറയുന്നത് ഒരുപാട് കൂടുതലല്ല, പിന്നെ വെയിറ്റും കൂടുതലല്ല. അപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിൽ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റാത്തൊരു ഡിസൈനാണ് ഈ OnePlus 9Rന് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഡിസൈൻ കണക്ക് തന്നെ അടുത്ത നല്ല അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേ ആണ്. അത് ഡിസ്പ്ലേ എപ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് തന്നെ ഇവിടെ വന്നേക്കുന്ന 6.55 ഇഞ്ച് ഡിസ്പ്ലേ നല്ലൊരു അമോലെഡ് പാനലായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ എക്സ്പീരിയൻസ്, അതായത് നമ്മളിപ്പോൾ കണ്ടൻ്റൊക്കെ കാണുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതുകൊണ്ട് റെസൊല്യൂഷൻ പരമായ കാര്യം നോക്കാൻ നേരത്തെ തന്നെ ഇതൊരു ഫുൾ HD പാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ഷാർപ്നെസ് ഒക്കെ നല്ലോണം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 Hz ആണ്. അപ്പോൾ നമുക്ക് സ്പീഡും കാര്യത്തിലൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ഇവിടുത്തെ ഡിസ്പ്ലേയുടെ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂയിങ് ആംഗിൾസിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അതിനൊക്കെ കളേഴ്സ് ഒക്കെ നല്ല ഷാർപ്പായിട്ട് നിൽപ്പുണ്ട്. അത് അമോലെഡ് പാനലിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ ഇവിടുത്തെ ഹോൾ പഞ്ച് കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ വലിയതൊന്നുമല്ല. അതിനൊക്കെ തന്നെ ഇവിടുത്തെ ബെസൽസും തീരെ ചെറുതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിൽ എനിക്ക് ഈ ഡിസ്പ്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേക്കകത്ത് ഒരു കാര്യം കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ഇവിടുത്തെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. അതായത് ഇവിടുത്തെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നല്ലോണം തന്നെ ഉണ്ട്. അതായത് നമുക്ക് കണ്ടൻ്റൊക്കെ വായിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു നല്ല വെയിലുള്ള ദിവസം പുറത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അങ്ങനത്തെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലായിരുന്നു. പക്ഷേ നമ്മൾ OnePlus 9 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലോണം കുറഞ്ഞ രീതിയിലാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ. അതും പണ്ടൊക്കെ OnePlus ഫോൺസ് എടുക്കാൻ നേരത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടുവരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് ചെറിയൊരു പോരായ്മ വരുത്തിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ 120 Hz റിഫ്രഷ് റേറ്റ് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, സ്പീഡ് പരമായ കാര്യത്തിനകത്ത് ഒരുപാട് സഹായിക്കുമെന്ന്. അതും സ്പീഡ് പരമായ കാര്യങ്ങൾ പറയാൻ നേരത്തെ തന്നെ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം, പ്രത്യേകിച്ച് OnePlus ഫോൺസിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസിനകത്ത് ഇഷ്യൂസ് ഒന്നും കാണത്തില്ല. അപ്പോൾ അതിനൊക്കെ തന്നെയാണ് ഇവിടെ. അതിനകത്ത് ഈ റിഫ്രഷ് റേറ്റ് സഹായിക്കുന്നതിലൂടെ തന്നെ ഇവിടുത്തെ പ്രൊസസ്സർ എന്ന് പറയുന്നത് Snapdragon 870 ആണ്. അപ്പോൾ Snapdragon 888 അല്ല, അതായത് ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറൊന്നും അല്ല. പക്ഷേ അതിന് പകരം കഴിഞ്ഞ വർഷം ഇറങ്ങിയ Snapdragonൻ്റെ 865ൻ്റെ ഒരു പ്ലസ് വേർഷൻ കണക്കാണ്. അത് ഇത്രയും നല്ല പവർഫുൾ ഒരു പ്രൊസസ്സർ കിട്ടിയുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ OnePlusൻ്റെ ഒപ്റ്റിമൈസേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരുപാട് ഹെവി അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിവിടെ പെർഫോമൻസിനകത്ത് ഒരു ഇഷ്യൂസ് തോന്നിയില്ല. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ലെന്ന് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ലായിരുന്നു. അതെനിക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കാര്യം ചെയ്താലോ അല്ലെങ്കിൽ ഹെവിയായ ടാസ്ക് ചെയ്താൽ പോലും നമുക്ക് ഒരു സ്ഥലത്തും സ്ലോ ആവുന്നില്ല, അല്ലെങ്കിൽ ലാഗോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവുന്നില്ലായിരുന്നു. ഇപ്പോൾ ചൂടാവുന്നൊരു കാര്യം അറിയാൻ പറ്റും. ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചൂടാവും. പക്ഷേ അതെന്ന് പറയുന്ന ഒരു ഓവർ ഹീറ്റിംഗ് കണക്ക് എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്.
പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സോഫ്റ്റ്വെയർ കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതായത് ഞാൻ ഓക്സിജൻ വോയിസിൻ്റെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്, അതിന് പകരം ഇവിടെ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് കുറേ കാര്യത്തിനകത്ത് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ചൂടാവുന്ന കാര്യത്തിനകത്ത്. ഇപ്പോൾ ഫോൺ ചൂടാവുന്ന കാര്യത്തിനകത്ത് ഫോൺ ആദ്യം ഞാൻ ഉപയോഗിച്ച സമയത്ത് കുറച്ചുകൂടെ നല്ലോണം ചൂടാവുന്നുണ്ടായിരുന്നെങ്കിലും ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ ആയതിനു ശേഷം അത് കുറച്ചും കൂടെ കൺട്രോൾ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് OnePlusൻ്റെ ഓക്സിജൻ വോയിസും അതാണ് ഇപ്പോഴത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് ചിലപ്പോൾ മാറ്റം വരാം. അതായത് നമുക്കൊരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ OnePlus കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓപ്പോൻ്റെ രീതിയിലേക്ക് മാറാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പോകും. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഫോൺസ് ഉണ്ട്. OnePlusൻ്റെ Note 2 അങ്ങനത്തെ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഇതിനകത്ത് ഇല്ലായിരുന്നു. അതും എനിക്കിപ്പം ഈ OnePlusൻ്റെ ഓക്സിജൻ വോയിസ് ഒരുപാട് ഇഷ്ടമാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കിൻ ഇവിടെ ഒരുപാട് ക്ലീൻ ആയിട്ടിരിക്കുന്ന മാത്രമല്ല, അതിന് ഒരുപാട് ബ്ലോട്ട് വെയർ കാണത്തില്ല, പിന്നെ അതേ തന്നെ ആഡ്സും കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനകത്തൊക്കെ ഓക്സിജൻ വോയിസ് ഇപ്പോഴും മികച്ചു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, OnePlus ഫോൺസിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഈ ഓക്സിജൻ വോയിസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യത്തിനകത്ത് ഫ്യൂച്ചറിൽ മാറ്റം വരുത്തത്തില്ലെങ്കിൽ OnePlus ഫോൺസിനകത്ത് ഇത് എപ്പോഴും ഒരു സ്ട്രോങ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നതും. അതുകൂടെ സ്പീക്കേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതായത് നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് നല്ല സ്പീക്കർ സിസ്റ്റം ഉണ്ടെങ്കിൽ ഓഡിയോ പരമായി നല്ല എൻജോയ്മെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതായത് നമുക്കിവിടെ ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ട്. അതും ഈ സ്പീക്കർ സിസ്റ്റം ഏറ്റവും നല്ലോണം തന്നെ ലൗഡ് ആവുന്ന ഒരെണ്ണമാണ്. അതായത് നമുക്ക് ലൗഡ്നെസ് ലെവലിനകത്ത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മാക്സിമം വോളിയം വെക്കാൻ നേരത്ത് ഇവിടുത്തെ ഈ ബാക്ക് ഗ്ലാസിനകത്ത് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം പോരായ്മയായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ വോളിയം ഒരു 90% 80%-ലൊക്കെ വെക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ വെച്ചാൽ പോലും നമുക്ക് ഓഡിയോയ്ക്കകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നല്ല രീതിയിൽ തന്നെ ലൗഡ്നെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തൊരു പോരായ്മ എനിക്ക് തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് ഉപയോഗിക്കാം. അതും ബ്ലൂടൂത്ത് വേർഷൻ ഇവിടെ വന്നേക്കുന്ന 5.1 ആണ്. അത് ഞാൻ ബ്ലൂടൂത്ത് വേർഷൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ കണക്ഷനകത്ത് പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നു. കണക്ഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇയർ പീസ് എന്ന് പറയുന്നതും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്തും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ റേഞ്ച് പരമായ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് കോൾ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. റേഞ്ച് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. പക്ഷേ റേഞ്ചിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഈ ഫോൺ ഒരു 5G സപ്പോർട്ടുള്ള ഫോണാണ്. പക്ഷേ 5G പരമായ കാര്യം ഇവിടെ ഭയങ്കര ഹൈപ്പായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടോ എടുക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നമുക്കിവിടെ ഒറ്റ ബാൻഡ് മാത്രമേ 5Gയിലുള്ളൂ. ഈ ഒരു ഒറ്റ ബാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കെപ്പോഴും പറയാനുള്ളത് ഒരു 4G++ കണക്കാണ്. കാരണം നമുക്ക് 5G വന്നാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കണക്ടിവിറ്റി മാത്രമേ കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 5G എന്ന് പറഞ്ഞ കാര്യം നോക്കി നിങ്ങൾ ഈ OnePlus 9 എടുക്കേണ്ട. അതായത് അവർ അങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു ഹൈപ്പുള്ളൊരു കാര്യമാണ്. അതായത് നമുക്കിവിടെ മിനിമം ഒരു 5 ബാൻഡ് 5G കിട്ടുമായിരുന്നെങ്കിൽ അത് ബെറ്റർ ആയ ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കാൻ നേരത്തെ തന്നെ 5G വരുന്ന സമയത്ത് അത് കണക്ടിവിറ്റിക്ക് അത് കുറേ സഹായിച്ചനെ. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒറ്റ ബാൻഡ് ആയതുകൊണ്ട് തന്നെ 5G എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും ഹൈപ്പിട്ട് പറയത്തില്ല ഈ OnePlus 9 പക്ഷേ ഇവിടെ നല്ലൊരു കാര്യമായിട്ട് വന്നേക്കുന്ന വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ബാറ്ററി തന്നെയാണ്. അതായത് ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി 4500 mAh ആണ്. അപ്പോൾ അത് നമുക്കൊരു ആൻഡ്രോയിഡ് ഫോണിനകത്ത് സാധാരണ നോക്കാൻ നേരത്തെ അങ്ങനെ ഭയങ്കര വലിയ ബാറ്ററി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം വലിയ ബാറ്ററി തന്നെയാണ്. അതുകൊണ്ട് വന്നേക്കുന്ന ബാറ്ററി ബാക്കപ്പ്, അതായത് ഇവിടെ ഒപ്റ്റിമൈസേഷൻ കുറച്ച് ബെറ്റർ ആയതുകൊണ്ടായിരിക്കും ഞാൻ മാക്സിമം സെറ്റിംഗ് ഇട്ട് ഉപയോഗിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 6 മണിക്കൂർ റേഞ്ചിനകത്താണ്. അപ്പോൾ നല്ലൊരു സ്ക്രീൻ ഓൺ ടൈമാണ്. കാരണം ഞാൻ ഇവിടെ 120 റിഫ്രഷ് റേറ്റ് ഓൺ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ അതിനൊക്കെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു 50% മുകളിലാണ് മിക്കപ്പോഴും വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ക്രീൻ ഓൺ ടൈം നല്ലൊരെണ്ണമാണ്. അത് നിങ്ങളൊരു ആവറേജ് യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ദിവസമൊക്കെ ഇതിൻ്റെ ബാറ്ററി നിൽക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിനകത്ത് നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ വന്നേക്കുന്ന ചാർജർ ഒരു 65 വാട്ട് ചാർജറാണ്. അപ്പോൾ ആ ചാർജർ വെച്ച് നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 40 മിനിറ്റ് കൊണ്ട് തന്നെ 0 to 100% ചാർജ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ ഇത്ര നല്ല ചാർജിങ് സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് പരമായ കാര്യത്തിന് നമ്മൾ പേടിക്കേണ്ട. പിന്നെ വയർലെസ് ചാർജിങ് ഇല്ലാത്തതും എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷേ ഇവിടെ പോരായ്മയായിട്ട് തോന്നിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഈ ഫോണിനെക്കാട്ടി നല്ലോണം പെർഫോം ചെയ്യുന്ന ക്യാമറ സിസ്റ്റം വരുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത iQOO 7 ലെജൻഡ് നോക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ക്യാമറ സിസ്റ്റം ഇതിനെക്കാട്ടി ഒരുപാട് ബെറ്റർ ആണ്. അത് ഇവിടെ നമ്മൾ ബാക്കി നോക്കാൻ നേരത്തെ നമുക്ക് 4 ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് മെയിൻ ക്യാമറ ഒരു 48 മെഗാപിക്സൽ ക്യാമറയാണ്. പിന്നെ നമുക്കൊരു 16 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. അതായത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 16 മെഗാപിക്സൽ ക്യാമറയാണ്. അതിനൊക്കെ 5 മെഗാപിക്സൽ മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ അവസാനത്തത് ഒരു 2 മെഗാപിക്സൽ മോണോ ക്യാമറയാണ്. അത് നമ്മളിവിടെ ഈ മോണോ ക്യാമറ ഒഴിച്ച് ബാക്കിയുള്ള 3 സെൻസർ വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല ലൈറ്റുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് തന്നെയാണ്. അതായത് നമുക്കിവിടെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് നല്ല ഷാർപ്നെസ് ഉള്ള നല്ല ഡീറ്റെയിൽസും ഡൈനാമിക് റേഞ്ച് ഉള്ള ഫോട്ടോസ് തന്നെയാണ് നല്ല കണ്ടീഷൻസിൽ എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ഫോൺസിനകത്ത് ഇപ്പം നല്ല കണ്ടീഷനകത്ത് മാത്രമല്ല കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അതായത് ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനകത്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും നല്ല ഫോട്ടോസ് ആയിരിക്കും ആ ഫോൺസ് ഒക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കമ്പാരിസൺ വരാൻ നേരത്ത് ഈ OnePlus 9 ക്യാമറ സിസ്റ്റം ഒരുപാട് വീക്കായി പോയി. അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് അവർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഇപ്പോൾ മെയിൻ ക്യാമറയ്ക്കകത്ത് അവർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ഗുണം പോലും നമ്മളിപ്പോൾ ലൈറ്റ് കുറഞ്ഞൊരു സമയത്ത് ആ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്നില്ലായിരുന്നു.
വരുന്നു. അതിവിടെ ഫോട്ടോസിനകത്ത് മാത്രമല്ല വീഡിയോ ഔട്ട്പുട്ടിനകത്തും ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്കിവിടെ 4K 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ 1080p 60 FPS എടുത്ത സമയത്ത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ എക്സ്പോഷർ കൂടി നിൽക്കുകയാണ്. അതിനൊക്കെ തന്നെ കളേഴ്സ് എടുക്കാൻ നേരത്ത് അത്ര ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് അല്ല. ഇപ്പോൾ ഫോക്കസിങ്ങിനകത്തും അതിനൊക്കെ തന്നെ സ്റ്റെബിലൈസേഷനകത്തും അധികം ഇഷ്യൂസ് ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും വീഡിയോയുടെ ഔട്ട്പുട്ട് മൊത്തത്തിൽ പറയുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നെങ്കിൽ അതെങ്കിലും ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് നിന്നേനെ. പക്ഷേ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനകത്ത് പോലും ഈ OnePlus 9 ഈ ബാക്ക് ക്യാമറ സിസ്റ്റത്തിന് ഒരു അഡ്വാൻറ്റേജ് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് നല്ലതായിട്ട് നിൽക്കുന്ന ഒരു ക്യാമറയുണ്ട്. അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറയാണ്. ഈ ഫ്രണ്ട് ക്യാമറ ഒരു 16 മെഗാപിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അത് ഈ ക്യാമറ വെച്ചെടുത്ത സമയത്ത് സെൽഫീസ് എന്ന് പറയുന്നത് നല്ല സെൽഫീസാണ്. അതായത് നമ്മൾ ലൈറ്റ് ഉള്ള സമയത്ത് എടുത്താലും ലൈറ്റ് കുറഞ്ഞ സമയത്ത് എടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഇൻഡോർ ഷോട്ടോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷോട്ട് എടുത്താലും നമുക്കത് രണ്ടും നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന സെൽഫീസാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇൻഡോർ ഷോട്ട് എടുക്കാൻ നേരത്ത് കുറച്ച് പ്രോസസ്സിങ് കാണാൻ പറ്റും. പക്ഷേ അത് നമുക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള രീതിയിലല്ല. അതായത് നമുക്ക് സ്കിൻ ടോണിനകത്ത് ഒരുപാട് മാറ്റങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു കണ്ടീഷനകത്താണ് സെൽഫി എടുക്കുന്നതെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ള സെൽഫീസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സെൽഫീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഇവിടെ ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന വീഡിയോസും അതേ ഷാർപ്നെസ്സും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത്. അതായത് ഈ ഫ്രണ്ട് ക്യാമറ നല്ലൊരെണ്ണം തന്നെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത്. പക്ഷേ ബാക്ക് ക്യാമറ സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ക്യാമറ സിസ്റ്റം ഈ ഫോണിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അല്ല. അതിന് പകരം നമുക്കിപ്പോൾ പോരായ്മയായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിനകത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വൈഫൈ വേർഷൻ നോക്കാൻ നേരത്ത് വൈഫൈ 6 കിട്ടുന്നുണ്ട്. പിന്നെ NFC വരുന്നുണ്ട് ഈ ഫോണിനകത്ത്. അതങ്ങനെ ഇവിടുത്തെ അൺലോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് അൺലോക്കാണ്. അത് ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് താഴേക്കല്ല ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ സ്പീഡ് നോക്കാൻ നേരത്ത് ഒരുപാട് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല. അത് നമുക്ക് സാധാരണ OnePlusൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് ഒരുപാട് ഫാസ്റ്റാണ്. അപ്പോൾ അത്രയൊരു സ്പീഡ് ഈ ഒരു സ്കാനറിനകത്ത് ഇല്ലായിരുന്നു. പക്ഷേ അക്യുറസി എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു. അതായത് ഇതിൻ്റെ അക്യുറസി ലെവൽ ഒരു 90% ഒക്കെ ആയിരുന്നു. പിന്നെ ഈ ഫോൺ IP റേറ്റിംഗ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് ഒരു IP റേറ്റിംഗ് ഇല്ല. അതായത് ഒഫീഷ്യലായിട്ട് ഈ ഫോണിന് വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളൊരു കാര്യം OnePlus പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് OnePlus 9 മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പഴയ OnePlus ഫോൺസ് നോക്കുവാണെങ്കിൽ അതായത് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയേണ്ടത് OnePlus 7T നോക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് അതായത് ആ ഫോൺ ഇറങ്ങിയ സമയത്ത് ആ ഒരു പ്രൈസ് പോയിന്റിന് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. അല്ലെങ്കിൽ അതൊരു ഡിഫോൾട്ട് ഓപ്ഷനായിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ഒരു 35,000 പ്രൈസ് റേഞ്ചിനകത്ത് ഏത് ഫോൺ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനായിരുന്നു OnePlus 7T. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ OnePlusൻ്റെ ഫോൺസിനകത്തില്ല. അതായത് ഈ OnePlus 9 എടുക്കാൻ നേരത്ത് തന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ പറയാൻ നേരത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതായത് നമുക്ക് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും അതിനൊക്കെ തന്നെ ഡിസ്പ്ലേ പെർഫോമൻസ് സോഫ്റ്റ്വെയർ പിന്നെ ബാറ്ററിയും കാര്യങ്ങളും അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഈ OnePlus 9 ഈ പ്രൈസിങ്ങിന് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ക്യാമറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അന്നേരം നമുക്ക് ഈ OnePlus 9 റെക്കമെൻഡ് ചെയ്യാൻ പാടാണ് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത്. അപ്പോൾ അങ്ങനത്തെ രീതി വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്തുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണോ ഏറ്റവും ബെസ്റ്റായിട്ട് വരേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഒക്കെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ബ്ലോട്ട്വെയർ കുറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോൺ എടുക്കാൻ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാറ്റഗറി വെച്ച് നിങ്ങൾക്ക് OnePlus 9 നിങ്ങൾക്ക് ഡിഫോൾട്ട് ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫോൺ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.